ആ വിക്രം തോമസിന് എങ്ങനെയാണോ ഇത്രയും നല്ലൊരു കൊച്ചുണ്ടായെന്ന്? അതിപ്പോ അമ്മൂമ്മയ്ക്ക് അമ്മ എങ്ങനെ ഉണ്ടായത് അങ്ങനെ. ലച്ചുവേ, നീ എന്നെ കൊള്ളിച്ചു പറഞ്ഞാന്നൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. ബീഫ് കറി റെഡി. ഇങ്ങനുണ്ട് സ്മെല്ല്? നല്ല മണം. അതെടുത്തിട്ട് വരാം. നല്ല മണം. ടേസ്റ്റ് നോക്കിയാലേ? കുറച്ചൊക്കെ ടേബിൾ മാനേജ് കാണിക്കടാ. ഞാനിപ്പോ ടേബിളിലല്ലേ ഇരിക്കുന്നു. ആ കൊച്ചിന് ചേർന്ന സ്റ്റാൻഡേർഡ് ഒന്നും ഇവനില്ല. കൊച്ചിന് ചേരുന്ന സ്റ്റാൻഡേർഡ് എനിക്ക് എന്തിനാ? അതിന്റെ ആവശ്യം എന്താ അല്ലേ അമ്മൂമ്മ? എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ വിളമ്പി തരാം. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചോളാം. ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. പാറോ ഒന്നുമില്ലേ? ആദ്യം അമ്മൂമ്മയ്ക്ക്. മതി മതി മതി. അറുപതിന് എന്തോരം വേണം? കുറച്ചും കൂടെ. ഇച്ചിരി കൂടി ഇട്ടോളൂ, കഴിച്ചോളൂ. കുറച്ച് മതി 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 മതി. കൊഞ്ചം മതി. ബീഫ് ഇരട്ടെ? മതി. നല്ല പൂ പോലിരിക്കുന്നു. എന്റെ ലച്ചു, അതൊക്കെ ഒന്ന് കണ്ടു പഠിക്കേ. എന്ത് കണ്ടുപിടിക്കാൻ? ഞാൻ ഇതിനും അടിപൊളിയായിട്ട് കുഴിപ്പുറത്ത് വെച്ചൊരു ദിവസം ഉണ്ടാക്കിയല്ലോ. ചാച്ചി, നമ്മളെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കല്ലേ. ഓ, നമ്മളെന്തെങ്കിലും പറയാൻ വാ തുറക്കുമ്പോഴാണല്ലോ നിനക്കൊക്കെ പ്രശ്നം. ഓ തന്നെ. ഓ, കറിയിട്ട് കണ്ണിക്കുത്തി. കഴിക്കുന്നിടത്ത് മഴക്കുണ്ടാക്കിക്കോണം കേട്ടോ. അവരാ തുടങ്ങി. കഴിക്കേ. ரொம்ப ടേസ്റ്റിയാണ് റൈസും ബീഫും. നല്ല കൊള്ളു. സത്യം പറയട്ടല്ല, നല്ല മാരക ബീഫ്. പറയാതിരിക്കാൻ വയ്യ. ഇതാണ് പെൺപിള്ളേരുടെ കൈപ്പുണ്യം. പാചകം മാത്രം അടിച്ചാലേ പാചകം ആവൂല ചേച്ചി. പോടാ പോടാ. എന്തൊക്കെ പറഞ്ഞാലും കേശുവിന്റെ സെലക്ഷൻ മോശമായില്ല കേട്ടാ. എന്തൊരു സെലക്ഷൻ? അമ്മായി എന്തമ്മായി പറയുന്നേ? മനസ്സിലായില്ലേടാ? ഇല്ല, മനസ്സിലായില്ലേ? ബീഫിന്റെ കാര്യമാണോ? ബീഫ് ഞാൻ നന്നായിട്ട് സെലക്ട് ചെയ്ത് കടയിൽ പോയി സെലക്ട് ചെയ്ത് തന്നെ മേടിച്ചോണ്ടല്ലേ ഇത്ര നല്ല ബീഫ് ആയത്. മോനെ കേശു മോനെ. മോനി നര കണ്ടോ? ഓ കണ്ടു. ഞാൻ ഇത് ഡൈ അടിക്കാൻ പറഞ്ഞായിരുന്നു. ഇതേ വെയില് കൊണ്ട് നരച്ചതല്ല, ഇത് പ്രായത്തിന്റെ നരയാ. നീ എന്നെ അങ്ങ് ഒരുപാട് മണ്ടിയാക്കല്ലേ കേട്ടോ. ഏട്ടാ പൊക്കോ. എങ്ങോട്ട്? എയറിലോട്ട്. അമ്മൂമ്മക്ക് കുറച്ച് ബീഫ് ഇട്ടട്ടെ? ഞാൻ ബീഫ് കഴിക്കത്തില്ലെന്ന് നിനക്കറിയാവല്ലോ. ഉരുളുണ്ടായിരുന്നു കേട്ടോ. ചോറ് കഴിക്കാല്ലേ? കഴിച്ചോ? എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. ആണോ? സൂപ്പർ ബീഫ്. സാധനം എന്താ കഴിക്കണല്ലേ? ഇരിക്ക്. നിങ്ങൾ കഴിക്കേ. അല്ല, ഇനിയിപ്പോ നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് മെറിൽ ഇരുന്നാ മതി. അതാകുമ്പത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മെറിലിന് വിളമ്പി കൊടുക്കാം. ഞാനും വിളമ്പി കൊടുക്കാം. മോളെ നീ വന്നേ. അല്ല അമ്മ കഴിക്കേ. ഇല്ല, ഞാൻ ബീഫ് കഴിക്കത്തില്ലല്ലോ. എടാ, അവക്ക് കൊടുക്കുമ്പോ നീ എന്തിനടാ വാ തുറക്കണ? കൊറേ നേരമായി കേട്ടാ. എനിക്ക് വെക്കണേ. വല്ലപ്പോഴല്ലേ പറ്റുള്ളൂ. വേണം. ഇനി ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കി തരാം. മട്ടൺ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കും. ഗോമസ് തോമസ് അറിഞ്ഞാലേ ഇവിടെ വന്ന് അടുക്കള ബോംബിട്ട് തകർത്തും. അതിന് സാധ്യതയുണ്ട്. കള്ളി, നീ ആള് കൊള്ളാലോ. അതെല്ലാരും പറയും. ചിരിയണ്ടില്ലേ? പിന്നെ ചേച്ചി,
ചേച്ചിക്ക് വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചിട്ട് പോയാ പോരെ? ഇല്ലടാ, ഞാൻ ഇപ്പൊ തന്നെ പോകും. ഒരു 10 മിനിറ്റ് ഞാൻ ഇറങ്ങും. ചേച്ചി ചേച്ചി പോയ രസമില്ല. എനിക്കെന്നെ വീട്ടിൽ പോണ്ടേ? ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ വരുമോ? നാളെയോ? നാളെ ഒന്നും വരില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ നോക്കാം. ഒരാഴ്ച? പോരെ? എന്താണ് നാത്തൂനും കൂടെ ഒരു സംസാരം? നാത്തൂനോ? ആരുടെ നാത്തൂൻ? ആവശ്യമായിട്ട് പറയല്ലേ? വേറെ മക്കളെ, നീ അങ്ങോട്ട് പോയടാ. എന്തിന്? ഒന്ന് പോടാപ്പാ. അവളെന്തിനാ പറഞ്ഞിടുന്നേ? അവളോട് ഇരുന്നോട്ടെ. പോവാൻ പറഞ്ഞാ പോണം. ചേച്ചിയടുത്ത് സംസാരിക്കാനും സമ്മതിക്കൂല. പോ. പറഞ്ഞേ അവളെന്തിനു പറഞ്ഞോട്ടെ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.